നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നമ്മൾ 40ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. ഇന്ന് നമുക്ക് 41 മുതലുള്ള ശ്ലോകങ്ങൾ നോക്കാം. ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭഃ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ. ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭഃ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ. ഇനി നമുക്ക് ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ഒന്ന് നോക്കാം. ഉദ്ഭവഃ ഉദ്ഭവഃ പ്രപഞ്ചോൽപത്തിയുടെ ഉത്പദാന കാരണമായവൻ, ഭവസാഗരത്തിൽ നിന്ന് ഉദ്ഗമിച്ചവൻ. ഉദ്ഭവഃ. അടുത്തത് ക്ഷോഭണഃ ക്ഷോഭണഃ ക്ഷോഭിപ്പിച്ചവൻ. ജഗത് സൃഷ്ടികാലത്ത് പുരുഷപ്രകൃതികളിൽ പ്രവേശിച്ച് ക്ഷോഭിച്ചിരുന്നവൻ. ക്ഷോഭണഃ. അടുത്തത് ദേവഃ ദേവഃ ഏവരിലും ഒരുപോലെ ജ്വലിക്കുന്നവൻ, സൃഷ്ടി മുതലായവ കൊണ്ട് ക്രീഡിക്കുന്നവൻ. ദേവഃ. അടുത്തത് ശ്രീഗർഭഃ ശ്രീഗർഭഃ സംസാരരൂപമായ ശ്രീ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, പ്രപഞ്ചസ്വരൂപമായ ശക്തിയെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നവൻ. ശ്രീഗർഭഃ. അടുത്ത പദം പരമേശ്വരഃ പരമേശ്വരഃ പരമനും ഉത്കൃഷ്ടനും ശാസനാശീലനുമായവൻ. പരമേശ്വരഃ. അടുത്തത് കരണം കരണം ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് എല്ലാറ്റിനേക്കാളും മുഖ്യമായ സാധനമായിരിക്കുന്നവൻ. കരണം കാരണമായിരിക്കുന്നവൻ. അടുത്തത് കാരണം ലോകത്തിൻ്റെ ഉപദാന കാരണവും നിമിത്ത കാരണവുമായവൻ, എല്ലാ പ്രവൃത്തികളുടെയും ഈശ്വരൻ. അടുത്തത് കർത്താ കർത്താ സ്വതന്ത്രനായവൻ. അടുത്തത് നോക്കാം. വികർത്താ വിചിത്രങ്ങളായ ഭുവനങ്ങളുടെ രചയിതാവ്, ഈ ലോകങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നവൻ. വികർത്താ. അടുത്തത് ഗഹനഃ ആർക്കും അറിവാൻ കഴിയാത്ത സ്വരൂപം, സാമർഥ്യം, പ്രവൃത്തി എന്നിവയോട് കൂടിയവൻ. ഗഹനഃ. അടുത്തത് ഗുഹഃ ഗുഹഃ സ്വന്തം മായ കൊണ്ട് സ്വരൂപം മുതലായവയെ ഗുഹനം ചെയ്യുന്നവൻ, മറയ്ക്കുന്നവൻ. ഗുഹനം ചെയ്യുക, മറയ്ക്കുക. അങ്ങനെ സ്വന്തം മായ കൊണ്ട്, ഈ മായ കൊണ്ട് എല്ലാത്തിനെയും മറയ്ക്കുന്നവൻ. ഗുഹഃ. പ്രപഞ്ചോൽപത്തിക്ക് കാരണമായവനും ജീവനുകൾക്ക് ചലനം നൽകി ലോകത്തെ സജീവമാക്കുന്നവനും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ കളിയായി ചെയ്യുന്നവനും ഉദരത്തിൽ സംസാര രൂപമായ വിഭൂതിയോടുകൂടി ഇരിക്കുന്നവനും പരമമായ ഈശ്വരനായവനും വിശ്വോൽപത്തിക്ക് പ്രധാന വസ്തുവായിട്ടുള്ളവനും പ്രപഞ്ചം നിർമ്മിക്കുവാൻ ആവശ്യമായ വ്യക്തിയും വസ്തുവും ഉപകരണവുമായ ഭഗവാനായവനും സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവനും വൈവിധ്യത്തോടെയും വൈചിത്ര്യത്തോടെയും കർമ്മം ചെയ്യുന്നവനും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളവനും മായ കൊണ്ട് സ്വയം മറഞ്ഞിരിക്കുന്നവനുമായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭഃ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ. 42ാമത്തെ ശ്ലോകം നോക്കാം. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദോ ധ്രുവ പരർത്ഥിഃ പരമസ്പഷ്ടതുഷ്ടഃ പുഷ്ടശുഭേക്ഷണ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദോ ധ്രുവ പരർത്ഥിഃ പരമസ്പഷ്ടതുഷ്ട പുഷ്ടശുഭേക്ഷണ. ഇനി നമുക്കിതിൻ്റെ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ഒന്ന് നോക്കാം. വ്യവസായഃ വ്യവസായഃ ഉറച്ച തീരുമാനത്തോടു കൂടിയവൻ. അടുത്തത് വ്യവസ്ഥാനഃ. ആദ്യത്തത് വ്യവസായഃ ഉറച്ച തീരുമാനത്തോടു കൂടിയവൻ. ഇത് വ്യവസ്ഥാനഃ
വ്യവസ്ഥാനഃ. സകലത്തിൻ്റെയും വ്യവസ്ഥ ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ. അടുത്തത് സംസ്ഥാനഃ. പ്രളയകാലത്ത് ജീവികൾക്ക് ആശ്രയമായിരിക്കുന്നവൻ. അടുത്തത് സ്ഥാനദഃ. സ്ഥാനദഃ. കർമാനുസാരിയായ സ്ഥാനങ്ങൾ കൊടുക്കുന്നവൻ. കർമാനുസാരിയായ സ്ഥാനങ്ങൾ കൊടുക്കുന്നവൻ. അടുത്തത് ധ്രുവഃ. ധ്രുവഃ. നാശമില്ലാത്തവൻ. എക്കാലത്തും ഒരുപോലെ മാറ്റമില്ലാതെ വർത്തിക്കുന്നവൻ. അടുത്തത് പരർത്ഥി. പരർത്ഥി. ശ്രേഷ്ഠമായ ഋദ്ധി അല്ലെങ്കിൽ ഐശ്വര്യത്തോടു കൂടിയവൻ. ശ്രേഷ്ഠമായ ഐശ്വര്യത്തോടു കൂടിയവൻ പരർത്ഥി. അടുത്തത് പരമസ്പഷ്ടഃ. 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 പര ശ്രേഷ്ഠയായിരിക്കുന്ന മാ ലക്ഷ്മീദേവി ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ. ലക്ഷ്മീദേവി ശ്രേഷ്ഠയായിരിക്കുന്ന ആ ദേവി ലക്ഷ്മീദേവി ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ. അതാണ് പരമസ്പഷ്ടഃ. അടുത്തത് തുഷ്ടഃ. പരമാനന്ദ സ്വരൂപൻ. അടുത്തത് പുഷ്ടഃ. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൻ. ശുഭേക്ഷണഃ. എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്ന ശുഭമായ ഈക്ഷണം അല്ലെങ്കിൽ ദർശനം ഉള്ളവൻ. ശുഭേക്ഷണഃ. ദൃഢനിശ്ചയം ഉള്ളവനും വിശ്വത്തെ ചിട്ടപ്പെടുത്തിയവനും പ്രളയകാലത്ത് ജീവികൾക്ക് സ്ഥിതി ചെയ്യുവാൻ പറ്റിയ സ്ഥലമായവനും യോഗ്യതയ്ക്ക് അനുസരിച്ച് സ്ഥാനത്തെ നൽകുന്നവനും മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുന്നവനും ശ്രേഷ്ഠങ്ങളായ വിഭൂതികൾ ഉള്ളവനും പരമമായി സ്പഷ്ടമാക്കപ്പെട്ട സർവശ്രേഷ്ഠനായവനും പരമാനന്ദ സ്വരൂപനായവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും മംഗളകരമായ ദർശനമുള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോധ്രുവ പരർത്ഥിഃ പരമസ്പഷ്ടതുഷ്ടപുഷ്ടശുഭേക്ഷണ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോധ്രുവ പരർത്ഥിഃ പരമസ്പഷ്ടതുഷ്ടപുഷ്ടശുഭേക്ഷണ. 43-ാമത്തെ ശ്ലോകം നോക്കാം. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയഃ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയഃ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. രാമഃ. രാമഃ. നിത്യാനന്ദ സ്വരൂപനായ ശ്രീരാമചന്ദ്രൻ. അടുത്തത് വിരാമഃ. എല്ലാറ്റിനും അവസാനമായി ഭവിക്കുന്നവൻ. വിരാമഃ. വിരാമമായത് എല്ലാറ്റിനും അവസാനമായി ഭവിക്കുന്നവൻ. അടുത്തത് വിരതഃ. വിഷയരസത്തിൽ വൈരാഗ്യം വന്നവൻ. വിഷയരസത്തിൽ വൈരാഗ്യം വന്നവൻ. വിഷയരസത്തിലുള്ള രാഗം ഇല്ലാതായിരിക്കുന്നവൻ. വിരതഃ. അടുത്തത് മാർഗഃ. മാർഗഃ. മോക്ഷപദത്തിൽ എത്തിച്ചേരാനുള്ള ഏക വഴി. മോക്ഷപദത്തിൽ എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗമാണ്. അതാണ് മാർഗഃ. ജീവനെ പരമാത്മഭാവത്തിലേക്ക് നയിക്കുന്നവൻ. അടുത്തത് നയഃ. നയഃ. നയിക്കുന്നവൻ. ഏവരുടെയും നേതാവായിരിക്കുന്നവൻ. നയഃ. അടുത്തത് അനയഃ. നേതാവായി മറ്റാരുമില്ലാത്തവൻ. നിയന്ത്രിക്കാൻ വേറെ ആരും തന്നെ ഇല്ല, എല്ലാം സ്വയമാണ്. അങ്ങനെ നേതാവായി മറ്റാരും ഇല്ലാത്തവൻ. അതാണ് അനയഃ. അടുത്തത് വീരഃ. വിക്രമശാലിയായവൻ. വീരഃ. അടുത്തത് ശക്തിമതാം ശ്രേഷ്ഠഃ. ശക്തിമതാം ശ്രേഷ്ഠഃ. ശക്തിമാന്മാരിൽ വച്ച് അതിശ്രേഷ്ഠൻ. ശക്തിമാന്മാരിൽ വെച്ച് അതിശ്രേഷ്ഠനായിട്ടുള്ളവൻ. അടുത്തത് ധർമ്മഃ. സകല ഭൂതങ്ങളെയും ധരിക്കുന്നവൻ. ധർമ്മങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൻ. ധർമ്മഃ. അടുത്തത് ധർമ്മവിദുത്തമഃ. ധർമ്മവിദുത്തമഃ. ശ്രുതിസ്മൃതികൾ യാതൊരാളുടെ ആജ്ഞാസ്വരൂപങ്ങളാകുന്നുവോ അവൻ. ധർമ്മത്തെ അറിയുന്നവരിൽ ഏറ്റവും ഉത്തമനായവൻ.
നിത്യാനന്ദ സ്വരൂപികളായ ശ്രീരാമൻ, ബലരാമൻ, പരശുരാമൻ തുടങ്ങിയ അവതാരങ്ങൾ എടുത്തവനും മോക്ഷസ്വരൂപനായവനും വിഷയരസങ്ങളിൽ വൈരാഗ്യം വന്നവനും മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവർ തേടുന്ന വഴിയായവനും മാർഗദർശനത്തിന് അർഹനായവനും ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് നയിക്കുന്നവനും നേതാവായി മറ്റാരും ഇല്ലാത്തവനും വിക്രമശാലിയായവനും ശക്തന്മാരിൽ വെച്ച് അതിശക്തനായവനും സകല ഭൂതങ്ങളെയും ധരിക്കുന്നവനും ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ഉത്തമനായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. രാമോ വിരാമോ വിരജോ മാർഗോ നേയോ നയോ നയഃ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ. 44-ാമത്തെ ശ്ലോകം. വൈകുണ്ഠഃ പുരുഷഃ പ്രാണഃ പ്രാണദഃ പ്രണവഃ പൃഥു ഹിരണ്യഗർഭഃ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ. വൈകുണ്ഠഃ പുരുഷഃ പ്രാണഃ പ്രാണദഃ പ്രണവഃ പൃഥു ഹിരണ്യഗർഭഃ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ. ഇനിയും ഇതിലെ പദങ്ങൾ നോക്കാം, അവയുടെ അർത്ഥവും. വൈകുണ്ഠഃ, വൈകുണ്ഠഃ കുണ്ഠിതം ഇല്ലാത്തവൻ, ഭൂതങ്ങളുടെ ഗതിയെ അവരോധിക്കുന്നവൻ. അടുത്തത് പുരുഷഃ, പുരുഷഃ സകല ശരീരങ്ങളിലും ശയിക്കുന്നവൻ, എല്ലാ പാപങ്ങളെയും ഉച്ഛേദനം ചെയ്യുന്നവൻ. അടുത്തത് പ്രാണഃ, പ്രാണഃ ജീവജാലങ്ങളിൽ പ്രാണവായുവായി വർത്തിക്കുന്നവൻ, ജീവജാലങ്ങളിൽ പ്രാണവായുവായി വർത്തിക്കുന്നവൻ പ്രാണഃ. അടുത്തത് പ്രാണദഃ, പ്രാണദഃ കൽപ്പാരംഭത്തിൽ പ്രാണനെ നൽകുന്നവൻ, പ്രളയാദി കാലങ്ങളിൽ ജീവികളുടെ പ്രാണനെ ഖണ്ഡനം ചെയ്യുന്നവൻ പ്രാണദഃ. അടുത്തത് പ്രണവഃ, പ്രണവഃ ഓങ്കാരസ്വരൂപനായി സ്തുതിക്കപ്പെടുന്നവൻ പ്രണവഃ. അടുത്തത് പൃഥുഃ, പൃഥുഃ പ്രപഞ്ചരൂപേണ വ്യാപിച്ചു കിടക്കുന്നവൻ. അടുത്തത് ഹിരണ്യഗർഭഃ, ഹിരണ്യഗർഭഃ ഹിരണ്യഗർഭന്റെ ഉൽപ്പത്തിക്ക് കാരണമായ അണ്ഡം യാതൊരാളുടെ വീര്യത്തിൽ സമുൽപ്പന്നമായോ അവനാണ് ഹിരണ്യഗർഭഃ. അടുത്തത് ശത്രുഘ്നഃ, ശത്രുഘ്നഃ ശത്രുക്കളെ ഹനിക്കുന്നവൻ, ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവൻ ശത്രുഘ്നഃ. അടുത്തത് വ്യാപ്തഃ, കാരണരൂപത്തിൽ സകല കാര്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൻ വ്യാപ്തഃ. അടുത്തത് വായുഃ, വാനം ചെയ്യുന്നവൻ, ഗന്ധത്തെ ഉണ്ടാക്കുന്നവൻ വായുഃ. അടുത്തത് അഥോക്ഷജഃ, അഥോക്ഷജഃ അധക്കരിച്ച അക്ഷങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ജാതനായവൻ, ഒരിക്കലും തൻ്റെ സ്വരൂപത്തിൽ നിന്ന് താഴോട്ട് ക്ഷയിച്ചു പോകാത്തവൻ അഥോക്ഷജഃ. സൃഷ്ടിയുടെ ആരംഭത്തിൽ പഞ്ചഭൂതങ്ങളെ ഇണക്കിച്ചേർത്തവനും ജഗതുദ്ഭവത്തിന് മുമ്പുള്ളവനും സർവപാപങ്ങളെയും നശിപ്പിക്കുന്നവനും ജീവാത്മാക്കൾക്ക് പ്രാണവായുവായവനും കൽപ്പാരംഭത്തിൽ പ്രാണനെ നൽകുന്നവനും കൽപ്പാന്ത്യത്തിൽ പ്രാണനെ നശിപ്പിക്കുന്നവനും പ്രപഞ്ച സൃഷ്ടിക്ക് ആദി കാരണമായ ശബ്ദബ്രഹ്മമായവനും പ്രപഞ്ചരൂപേണ വ്യാപിച്ചവനും ബ്രഹ്മാണ്ഡ സ്വരൂപനായവനും ശത്രുക്കളെ വധിക്കുന്നവനും സകല കാര്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവനും ഗന്ധത്തെ ഉണ്ടാക്കുന്ന വായുസ്വരൂപനായവനും പാതാളം മുതൽ ആകാശം വരെ വ്യാപിച്ച വിരാട് സ്വരൂപമായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. വൈകുണ്ഠഃ പുരുഷഃ പ്രാണഃ പ്രാണദഃ പ്രണവഃ പൃഥു ഹിരണ്യഗർഭഃ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ. 45-ാമത്തെ ശ്ലോകം നോക്കാം. ഋതുസുദർശനഃ കാലഃ പരമേഷ്ഠീ പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ. ഋതുസുദർശനഃ കാലഃ പരമേഷ്ഠീ പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ. ഇനി നമുക്ക് ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം. ഋതുഃ, ഋതുഃ കാലസ്വരൂപൻ, കാലരൂപമായ ഋതുശബ്ദത്തിൽ
ലക്ഷിതനായവൻ കാലസ്വരൂപൻ. അടുത്തത് സുദർശനഃ. സുദർശനഃ ഭക്തന്മാർക്ക് എളുപ്പത്തിൽ ദർശിക്കാൻ കഴിയുന്നവൻ. അടുത്തത് കാലഃ. കാലഃ ആയുഷ്കാലത്തെ തിട്ടപ്പെടുത്തുന്നവൻ, എല്ലാത്തിൻ്റെയും ഗണനം ചെയ്യുന്നവൻ. അടുത്തത് പരമേഷ്ഠി. പരമേഷ്ഠി ഉത്കൃഷ്ടമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവൻ, ഹൃദയാകാശത്തിൽ പരമമായ സ്വമഹിമാവിൽ സ്ഥിതി ചെയ്യുന്ന സ്വഭാവമുള്ളവൻ. അടുത്തത് പരിഗ്രഹഃ. പരിഗ്രഹഃ ഭക്തന്മാരുടെ പൂജയെ സ്വീകരിക്കുന്നവൻ. അടുത്തത് ഉഗ്രഹ. ഉഗ്രഹ ഭയത്തെ ഉളവാക്കുന്നവൻ, സൂര്യാദികൾക്കു കൂടി ഭയത്തിന് കാരണമായവൻ, ഭയത്തെ ഉളവാക്കുന്നവൻ. അടുത്തത് സംവത്സരഃ. സംവത്സരഃ സകല ഭൂതങ്ങളുടെയും വാസസ്ഥാനമായവൻ. അടുത്തത് ദക്ഷഃ. ദക്ഷഃ ജഗത്തിൻ്റെ രൂപത്തിൽ വർദ്ധിക്കുന്നവൻ, സകല കാര്യാദികളിലും വളരെ വേഗത്തിൽ ചെയ്യുന്നവൻ. സകല കാര്യാദികളും വളരെ വേഗത്തിൽ ചെയ്യുന്നവൻ ദക്ഷഃ. അടുത്തത് വിശ്രാമഃ. വിശ്രാമഃ മോക്ഷത്തെ കൊടുക്കുന്നവൻ. വിശ്രാമഃ മോക്ഷത്തെ കൊടുക്കുന്നവൻ. അടുത്തത് വിശ്വദക്ഷിണഃ. വിശ്വദക്ഷിണഃ ലോകപരിപാലനത്തിൽ ശക്തനും സമർത്ഥനുമായവൻ, സകലതിനേക്കാൾ സമർത്ഥൻ, സകല കാര്യങ്ങളിലും കുശലനായിട്ടുള്ളവൻ. വിശ്വദക്ഷിണഃ കാലസ്വരൂപനും ഭക്തന്മാർക്ക് എളുപ്പത്തിൽ ദർശിക്കാൻ കഴിയുന്നവനും ആയുഷ്കാലത്തെ തിട്ടപ്പെടുത്തുന്നവനും ഉത്കൃഷ്ടമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവനും ഭക്തന്മാരുടെ പൂജയെ സ്വീകരിക്കുന്നവനും ഭയത്തെ ഉളവാക്കുന്നവനും സകല ഭൂതങ്ങളെയും വാസസ്ഥാനമായവനും ജഗത്തിൻ്റെ രൂപത്തിൽ വർദ്ധിക്കുന്നവനും മോക്ഷത്തെ കൊടുക്കുന്നവനും ലോകപരിപാലനത്തിൽ ശക്തനും സമർത്ഥനുമായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഋതുസുദർശനഃ കാലഃ പരമേഷ്ഠി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ. ഇനി നമുക്ക് ഇന്ന് നോക്കിയ 41 മുതലുള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭഃ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാനഃ സംസ്ഥാനസ്ഥാനദോ ധ്രുവ പരർത്തിഃ പരമസ്പഷ്ടതുഷ്ടഃ പുഷ്ടശുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയഃ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ വൈകുണ്ഠഃ പുരുഷഃ പ്രാണഃ പ്രാണദഃ പ്രണവഃ പൃഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ ഋതുസുദർശനഃ കാലഃ പരമേഷ്ഠി പരിഗ്രഹഃ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ.